ഹായ് ഫ്രണ്ട്സ്, കോഫി ടേബിൾ ഇന്റർവ്യൂ സീരീസ് വിത്ത് സുജാർ മോഹൻ എന്ന ഇന്റർവ്യൂ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബിന്ദുവാണ്. അപ്പോൾ ഞാൻ പല ക്ലാസ്സിലും അതുപോലെ തന്നെ പല വീഡിയോസിലും ഒക്കെ ബിന്ദുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും പലരും ബിന്ദുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ബിന്ദുവിനെ പറ്റി കൂടുതൽ അറിയണം എന്ന് പല സ്റ്റുഡൻസും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നേരിട്ട് ബിന്ദു വന്നേക്കുകയാണ്. അപ്പോ ബിന്ദു നമ്മുടെ ക്ലാസ്സില് ആദ്യ കാലങ്ങളിൽ, അതായത് ഞാൻ ഈ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തൊരു സ്റ്റുഡന്റ് ആണ്. അന്ന് മുതൽ ഇന്ന് വരെ ബിന്ദുവിന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് മാജിക് ആണ്. അപ്പൊ ആ ഒരു മാജിക് എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബിന്ദുവിനെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ടാവാം, ഒരുപാട് പേരുണ്ടാവാം. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ബിന്ദുവിന്റെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കി ശരിക്കും പലരും ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ മറികടക്കാൻ പറ്റുമോ, വീട്ടിൽ സന്തോഷമില്ലാത്ത അവസ്ഥ, ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, വീട്ടില് സമ്പത്ത് വരാത്ത അവസ്ഥ, പലതരത്തിലുള്ള മണി ബ്ലോക്കുകൾ, ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായും ബിന്ദുവിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് ബിന്ദുവിന്റെ ഒരു മെസ്സേജ് വന്നു, ടീച്ചർ എന്റെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ബിന്ദു നേരിട്ട് വന്നൊരു ഇന്റർവ്യൂവിൽ വന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ബിന്ദുവിന്റെ ലൈഫ് മാറുന്നത്. അപ്പൊ അതും അവർക്കും ഒരു ഇൻസ്പിറേഷനും അവർക്കും അവരുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചം കാണാനായിട്ട് സഹായകരമാകുമെന്ന്. ഓക്കെ, അപ്പോ ബിന്ദു തന്നെ ബിന്ദുവിനെ പരിചയപ്പെടുത്തും. യെസ്, പറയൂ ബിന്ദു, എവിടെയാണ് സ്ഥലം? ഞാൻ ചങ്ങനാശ്ശേരി നിന്നാണ് വരുന്നത്. ഞാൻ എന്റെ സുജാ ടീച്ചറിനെ കണ്ട കാലം എന്ന് പറയുമ്പോൾ ഞാൻ ജീവിതത്തിൽ ജീവിക്കണോ മരിക്കണോ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ എന്റെ ടീച്ചറിനെ കണ്ടുമുട്ടിയത്. അത്രത്തോളം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങൾ എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവങ്ങളിലായിരുന്നു എന്റെ ടീച്ചറിനെ ഞാൻ കണ്ടുമുട്ടിയത്. ഇപ്പം എനിക്ക് എന്റെ ടീച്ചറിനെ കണ്ടുമുട്ടിയതിനു ശേഷം എനിക്കൊരു പുനർജന്മമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്ത്രീകള് ജീവിതത്തിൽ എന്തെല്ലാം മാനസികാവസ്ഥ അനുഭവിക്കുന്നു അത്രയും രീതിയിലുള്ള മാനസികാവസ്ഥയായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും. ഞാൻ എന്തിനും ഞാൻ ചിന്തിക്കുന്നു. ഞാൻ നേരം എടുത്ത് എഴുന്നേറ്റാൽ എനിക്ക് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചാൽ ആ കാപ്പി കൊണ്ട് ഞാൻ 3.5-4 മണിക്കൂറോളം ചിന്തയാണ്. എനിക്ക് എന്താണ് ചിന്തിക്കുന്നത്. ലൈഫ് പാർട്ണറുമായിട്ട് കുറേയധികം അല്ലെ, ഉണ്ണിച്ചേട്ടനുമായിട്ട് കുറേയധികം റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓരോ തവണ ഉണ്ണിച്ചേട്ടൻ ലീവിന് വരുമ്പോഴും വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട്. ഓക്കെ ബിന്ദു, നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പുള്ള ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് പറയും. മനസ്സ് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആയിരുന്നു ടീച്ചറെ. എല്ലാം കൊണ്ടും ഡിപ്രഷൻ ആയിരുന്നു എനിക്ക്. എന്റെ മനസ്സ്, എനിക്ക് എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ദേഷ്യപ്പെടും, എന്റെ ഭർത്താവിനോട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു, എന്റെ കൂട്ടുകാരികളോട് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. എനിക്ക് എന്താണ് അങ്ങനത്തെ ഒരു ചിന്തയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ കുഞ്ഞുങ്ങൾ പാവം പിടിച്ച കുഞ്ഞുങ്ങളാണ്, പക്ഷെ അവരോട് ഞാനാണ് കയർത്തുന്നത്. എനിക്ക് എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങളോടൊക്കെ അങ്ങനെ പെരുമാറുന്നത് ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമങ്ങളുണ്ട്. എന്റെ പാവം പിടിച്ച ഭർത്താവായിരുന്നു എന്റെ ഉണ്ണിച്ചോനോട് ഞാൻ ദേഷ്യപ്പെടും. എനിക്ക് അങ്ങനെ മാത്രം ചിന്തിക്കാനായിട്ട്. ബിന്ദു ഉണ്ണിച്ചേട്ടനെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ ലീവിന് വരുമ്പോഴും അല്ലെ ഓരോരോ പ്രശ്നം. 9 മണി വരെ ആ കട്ടൻ കുടിച്ചിട്ട് ഞാൻ പല കാട് കയറി ഒരേ ഒറ്റത്തൊന്ന് ചിന്തിച്ച് ഞാൻ എവിടേക്കാ പോകുന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടായി. അങ്ങനെ ചിന്തകൾ എന്നെ വേട്ടയാടി. ലാസ്റ്റ് എനിക്ക് എന്റെ പനി വന്ന് കട്ടിലേക്ക് കിടക്കാൻ ഇടയായപ്പോഴാണ് ഞാൻ സുജാത് മാമിന്റെ ഒരു വീഡിയോ കാണാൻ ഇടയായത്. ഞാൻ ആ വീഡിയോ കണ്ടു 3 പ്രാവശ്യം ഞാൻ മാമിന്റെ വീഡിയോ കണ്ടോണ്ടേ ഇരുന്നു. അപ്പൊ ഞാൻ എന്റെ മകനോട് പറഞ്ഞു, മോനെ ഞാൻ അമ്മ ഇങ്ങനെ ടീച്ചറിന്റെ വീഡിയോ കണ്ടു, എനിക്ക് അതിനകത്ത് ചേരണം എന്ന് ഞാൻ എന്റെ മകനോട് പറഞ്ഞപ്പോഴത്തേക്ക് മകൻ നേരെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ അമ്മ ഇങ്ങനെ പറയുന്നു. അച്ഛൻ പറഞ്ഞു, ആ ശരി മോനെ, അവിടെ ഇഷ്ടം എന്നാന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ മാമിന്റെ വീഡിയോ, എനിക്ക് തോന്നുന്നു ഞാൻ ഓരോ ദിവസങ്ങളും കാണുന്നതോറും എന്റെ സ്വഭാവത്തിന് മാറ്റം വരും. അപ്പൊ ഞാൻ അന്ന് കിടന്നിട്ട് മാമിന്റെ വീഡിയോ ആദ്യം കണ്ട ഒരു വീഡിയോയ്ക്കകത്ത് മാമൻ പറയുന്ന ഇതാണ്: ഒരു കുടുംബത്തിലെ നമ്മൾ മാറിയാലേ മറ്റുള്ളവരെല്ലാം മാറാൻ പറ്റത്തുള്ളൂ എന്നുള്ള വീഡിയോ ആണ് കാണുന്ന മാമിന്റെ വീഡിയോ. നമ്മൾ മാറിയാലേ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം മാറത്തുള്ളൂ എന്നുള്ള മാമിന്റെ ആ വീഡിയോ ഞാൻ നേരങ്ങളോളം കണ്ടുകൊണ്ട് ഞാൻ ഇരുന്നു. പക്ഷെ ഞാൻ ഓരോ ദിവസം ചെല്ലുന്തോറും എനിക്കൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. കാര്യം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് കൂടുതൽ സ്നേഹിക്കാൻ പഠിച്ചു. എന്റെ വീട്ടിൽ ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ പഠിച്ചു. മറ്റേത് എനിക്ക് ദേഷ്യം, വാശി, ആരോടാണ് ദേഷ്യം വാശി ഒന്നും എനിക്ക് വാട്സ്ആപ്പ് ക്ലാസ്സിലായിരുന്നു അറ്റൻഡ് ചെയ്തല്ലേ ചെയ്തത്. അപ്പം ഓരോ ദിവസത്തെ മാമനെ ഓരോ ക്ലാസ് പറയുമ്പോഴും എനിക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടായി. ലാസ്റ്റ് 15 ദിവസമായപ്പോൾ തന്നെ എന്റെ മൂത്ത മകൻ നേരിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അമ്മയ്ക്ക് എന്താണെന്നറിയത്തില്ല, ഭയങ്കര മാറ്റങ്ങളാണ് എന്ന് പറഞ്ഞു. ലാസ്റ്റ് വെട്ടുണ്ടോന്ന് വരെ പിള്ളേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. കാര്യം ഞാൻ അത്രയ്ക്ക് സൈലന്റ് ആയി മാം. മാമ ഓരോ ദിവസത്തെ ക്ലാസ്സിന് ഞാൻ എല്ലാവരും നമുക്ക് കഥകൾ പറയണം, നിങ്ങളുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ പറയണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മാമിനോട് എപ്പോഴും പറയും, മാം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അത് ഉള്ളൂ പറയാൻ. പക്ഷെ
അങ്ങനെ മാം പറഞ്ഞിരിക്കുന്ന ഓരോ പാഠങ്ങളും ഞാൻ ഒരുപാട് മാമിന്റെ ക്ലാസ്സിൽ പോയില്ല. പക്ഷെ മാം എനിക്ക് തന്നിരിക്കുന്ന ഓരോ വാക്കുകളും ഞാൻ അതെന്റെ നെഞ്ചത്തോട് വെച്ച് സൂക്ഷിച്ചു. ഞാൻ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്റെ വീട്ടിൽ ആരെ കൊണ്ടും നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയിക്കാറില്ല. ഞാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് അതിലെല്ലാം വലിയ എനിക്ക് 3 കാര്യങ്ങൾ എനിക്ക് മാമിന്റെ ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് വരെ എനിക്ക് സാധിക്കും. എന്റെ മനസ്സും ശരീരം എല്ലാം ഓക്കെ ആയപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഓരോ ഗോൾസ് എഴുതി വെച്ചു. ചെറിയ ചെറിയ ഗോൾസ് എഴുതി വെച്ചു. ഞാൻ ആദ്യം എഴുതിയ ഒരു ഗോൾസ് എനിക്കൊരു ഇന്റർനെറ്റ് ഇത് വാങ്ങിക്കാം, ഇൻവെർട്ടർ വാങ്ങിക്കാന്നുള്ള ഗോൾസ് ആണ് ഞാൻ ആദ്യം എഴുതിയത്. ഒരിക്കലും 10,000 രൂപ ഉള്ള ഒരു സാമ്പത്തികം കൊടുത്ത് എനിക്ക് വാങ്ങിക്കാൻ പറ്റുമോ? വാങ്ങിക്കാനായിരുന്നു എനിക്ക് മാം എല്ലാം എന്ത് വാങ്ങിക്കാനായിരുന്നു? 60,000 രൂപയിലുള്ള വാങ്ങിക്കാനായിരുന്നു ആദ്യത്തെ കോഴ്സ് ഞാൻ എഴുതി വെച്ചത്. ഇൻവെർട്ടർ വെച്ചു. അതെല്ലാം എനിക്ക് ഈസി ആയിട്ട് എനിക്ക് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ഞാൻ നേരെ എഴുന്നേൽക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യും. ഞാൻ എപ്പോഴും നന്ദി പറയും. പിന്നെ ഞാൻ വിഷ്വലൈസേഷൻ എപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ആ നന്ദി ആദ്യം എന്റെ സുജാമാമിനാണ് ആദ്യത്തെ നന്ദി ഞാൻ എന്റെ മനസ്സിൽ പറയുന്നത്. എന്നിട്ട് ഞാൻ മറ്റുള്ള ആർക്കും പറയത്തുള്ളൂ. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എനിക്ക് ദേഷ്യവും വാശിയും വൈരാഗ്യവും എനിക്ക് എപ്പോഴും ബഹളമാണ് ഞാൻ എന്റെ വീട്ടിൽ. അപ്പൊ ഞാൻ ഓട്ടോമാറ്റിക്കലായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ വീട്ടിലുള്ള എന്റെ മക്കൾ മാറി, എന്റെ ഭർത്താവ് മാറി. എന്നെ മാം പഠിപ്പിച്ചു തരുന്ന അതേപോലെ ഞാൻ എന്റെ ഭർത്താവിനും എന്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ എന്റെ ഉണ്ണിച്ചാട്ടൻ ഒത്തിരി മാറി. ആ അവധിക്ക് എന്റെ ഉണ്ണിച്ചാട്ടൻ നാട്ടിലോട്ട് വന്നപ്പം ഉണ്ണിച്ചാട്ടൻ എന്നെ കണ്ടപ്പോ അതിശയം തോന്നി. അങ്ങനെയാണ് മാമിന്റെ വീട്ടിൽ ഞങ്ങൾ വന്നത്. പണ്ടത്തെ ബിന്ദുവേ ഇല്ല. അതിനിപ്പോ ചിരി മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ ആരോടും ദേഷ്യപ്പെട്ടില്ല, എനിക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല. പക്ഷെ എന്റെ ജീവിതം ഇത്രയും ആയത് മാമിനെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് പുനർജന്മം തന്നെ ഞാൻ എവിടെ പറയാനും എനിക്കൊരു ബുദ്ധിമുട്ടും. അങ്ങനെ എന്റെ ജീവിതത്തിൽ മാം 3 ഗോൾസ് ഉണ്ടായിരുന്നു. ഏറ്റവും വലുത് ഒരിക്കലും നടക്കത്തില്ല എന്ന് കരുതിയ 3 ഗോൾസ് ആയിരുന്നു. അപ്പോഴും ഞാൻ എന്നും ഈ വിഷ്വല് കാണും. കാരണം എനിക്ക് നല്ലൊരു വീട് പണിതു. അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു 2 മുറി കൂടെ പിടിച്ച് മേളിലൊരു നില പണിയണമെന്ന്. നടക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമാണ് അതെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. എന്റെ രണ്ടാമത്തെ ഒരു ജോലി. പിന്നെ ഭർത്താവ് എന്റെ ഉണ്ണിച്ചേട്ടൻ എന്നെ ഖത്തറിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കിയതായിരുന്നു. കൊറോണ ആയതുകൊണ്ട് അത് പോകാൻ പറ്റിയില്ല എനിക്ക്. പക്ഷെ മനസ്സിൽ കിടക്കുന്നു. ഈ 3 ഗോൾസ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലുത്. ഞാൻ നിരന്തരം ഇങ്ങനെ എന്റെ മോന്റെ പേര് എഴുതി വെച്ചിട്ട് മോനൊരു ജോബ് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു 24 മണിക്കൂർ. അങ്ങനെ ഞാൻ അത് വിഷ്വൽ ചെയ്യാൻ തുടങ്ങി. എന്റെ മോൻ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഒരു ജോലി വെളിയിൽ കിട്ടി. രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിയുടെ ടീച്ചറോടും. മൂത്താൾക്ക് നല്ല ജോലിയാണ് അല്ലേ? ഫോൺ കടയാണ് ടൗണിൽ തന്നെ. അതിനുശേഷം എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു വീട് പെട്ടെന്ന് പണിയാൻ പറ്റിയെന്നുള്ള അറിയത്തില്ല എനിക്ക്. നിമിഷങ്ങൾക്കകം ഞാൻ എന്നും ടീച്ചർ പറയുന്ന പോലെ കണ്ണടച്ച് പകൽ ഉറക്കത്തില്ല. ഉറങ്ങാൻ നേരത്തെ ഇങ്ങനെ കണ്ണടച്ച് ഞാൻ കാണും സ്റ്റെയർ കയറി ഞാൻ മേളിൽ ചെല്ലുന്നത്. ഞാൻ ആ ഒരു മുറി ഇരിക്കുന്നത്. ഞാൻ അവിടെ ചെടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെടികളെല്ലാം പ്ലാന്റുകളെല്ലാം വെക്കുന്നത്. അങ്ങനെ താഴോട്ട് നോക്കുന്നത്. അങ്ങനെ പല പല വിഷ്വൽസ് എനിക്ക് കാണും. അപ്പോഴും ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, നീ ഉറക്കമാണോ ബിന്ദു? അല്ലമ്മ ഞാൻ ഇങ്ങനെ വിഷ്വൽ കാണുമായിരുന്നു. ഇതൊക്കെ നടക്കും, എന്നെ തട്ടിട്ട് ഓക്കെ ഇതൊക്കെ നടക്കും. അങ്ങനെ ടീച്ചർ എനിക്ക് എന്താണെന്നറിയില്ല, എന്റെ മനസ്സിന് ഒരു ഭയങ്കര ധൈര്യമായിരുന്നു. എന്റെ കൂടെ ശക്തിയുള്ള പോലെയുള്ള ധൈര്യമായിരുന്നു. ഞാൻ ടീച്ചർ പറഞ്ഞു കുറച്ച് ക്ലാസ്സുള്ള ഞാനത് തറ പോലെ പഠിച്ചു വെച്ചിരിക്കുക ടീച്ചറിന്റെ പാഠങ്ങൾ. അങ്ങനെ 2 നില വീട് യാഥാർത്ഥ്യമായി. ടീച്ചർ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ സന്തോഷം ആർക്കും വേണ്ടി നശിപ്പിക്കാനുള്ളതല്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പോയിന്റ് അതാണ്. എന്റെ ടീച്ചർ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പോയിന്റ്. എന്റെ ഉണ്ണിച്ചാൻ എന്നെ വിളിച്ചെന്നത് പറഞ്ഞു, ഞാൻ നശിപ്പിക്കത്തില്ല, എനിക്ക് സന്തോഷം ആർക്കും വേണ്ടി നശിപ്പിക്കത്തില്ല. എന്റെ ടീച്ചർ പറഞ്ഞ ആദ്യത്തെ വലിയ കാര്യം അതാണ്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എന്റെ ജീവിതത്തിൽ, ഞാൻ ഒരുപാട് കരഞ്ഞു തീർത്തിട്ടുണ്ട്. പക്ഷെ എന്തിനാണെന്ന് പോലും ടീച്ചറെ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് ഓരോ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ടീച്ചറിനെ കണ്ടുകിട്ടി ഇന്ന് നാഴി വരെ ഞാൻ കരഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഒരുപാട് ഡാൻസ് പഠിച്ച ഒരു സ്ത്രീയാണ്. എനിക്ക് നേരത്തെ ഒന്നും കല്യാണം വെച്ചിട്ട് ഇന്ന് വരെ എനിക്ക് ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പൊ പ്രോഗ്രാമിന് പോകുന്നുണ്ട്, തിരുവാതിര പ്രോഗ്രാം പോകുന്നുണ്ട്, ഓണപ്രോഗ്രാം എല്ലാം പോകുന്നുണ്ട്. അങ്ങനെ എന്റെ ടീച്ചറെ എന്റെ 2ാം നില പണിത് പൂർത്തിയാക്കിയേ. അപ്പൊ പിന്നെ ആഗ്രഹം എന്നാന്ന് വെച്ചാൽ ടീച്ചറെ ഞാൻ എപ്പോഴും കാണും ഞാനിങ്ങനെ പ്ലെയിനെ പോയിട്ട് സൈഡ് സീറ്റിൽ അപ്പൊ ടീച്ചർ പറഞ്ഞ ആ ഒരു പാഠം എന്റെ മനസ്സിൽ ഞാൻ തറവാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നടക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ ഞാൻ എന്നെ തട്ടിട്ട് പറയും എല്ലാം നടക്കും. അങ്ങനെ ഒരു ടീച്ചറെ എന്റെ പെരപണി കഴിഞ്ഞ് 3ാം പൊക്കം എനിക്ക് ഫ്ലൈറ്റ് കയറി ഖത്തറിൽ പോകാം. എന്റെ ഭർത്താവിന് എനിക്ക് സന്തോഷമായി ടീച്ചർ. എന്റെ ജീവിതത്തിൽ എന്റെ ജന്മം എന്റെ ടീച്ചറിനെ കാണാൻ പറ്റിയത്. ഞാൻ എല്ലാ മനുഷ്യരോടും പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു
ദിവസം പോലും കളയാതെ എന്റെ സുജാ ടീച്ചറിന്റെ ക്ലാസ്സിൽ എല്ലാവരും പങ്കുചേരണം. കാര്യം ഓരോരുത്തരുടെ വോയിസ് ഞാൻ കേട്ടിട്ട് എന്റെ അനുഭവം പോലെ ഞാൻ ആരുടെ വോയിസ് അത് കേട്ടിട്ട് കാര്യം അത്രയും കരഞ്ഞ് തകർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തിന് ജീവിക്കണം, പല കാര്യങ്ങളോർത്ത് അങ്ങനെ ജീവിക്കണം എന്നോർത്ത് ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഈ 2 വർഷം കൊണ്ട് ഇത്രയും എനിക്ക് ഞാൻ മുന്നോട്ട് വന്ന എന്റെ മാമിന്റെ പ്രാർത്ഥന, എന്റെ മാമിന്റെ ക്ലാസ്സുമാണ്. ഞാൻ ഓരോ വ്യക്തികളോടും അതാ പറയുന്നത്, നിങ്ങൾ ഒരു ദിവസം പോലും പുറകോട്ട് മാറരുത്, എത്രയും പെട്ടെന്ന് മാമിന്റെ ക്ലാസ് പങ്കുചേരണമെന്നാ ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം. എന്റെ ജീവിതം ഫുള്ള് ഹാപ്പിയാ. മാം പറയുന്ന ഓരോ കാര്യങ്ങളും എന്റെ മനസ്സ് ഞാൻ ദൃഢപ്പെടുത്തി. എനിക്ക് ഇങ്ങനെ പോലും സംസാരിക്കാൻ അറിഞ്ഞുകൂടും, പക്ഷെ അത്രയ്ക്കും ഞാൻ എന്റെ ജീവിതം പാകപ്പെടുത്തി. എന്റെ മക്കളാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്, നല്ല സ്വഭാവമുള്ള മക്കളാണ്. ടീച്ചറിനാണേലും പാവമാണ്, എന്നെ പൊന്നുപോലെ ഭർത്താവുമാണ്. എന്റെ ജീവിതം ഒരുപാട് മാറി ടീച്ചർ. ഞാൻ ഭയങ്കര ഹാപ്പി തന്നെ. വീടൊരു സ്വർഗമായി മാറിയല്ലേ? മാറി, തീർച്ചയായിട്ടും മാറി. അതിനകത്ത് എന്റെ ടീച്ചറിന് തന്നെ ഞാൻ ആ കട്ടിലേക്ക് കിടക്കുന്ന നിമിഷം എന്റെ ടീച്ചറിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എന്റെ ജീവിതം ഇങ്ങനെ ആയി പോകത്തില്ലായിരുന്നു. എനിക്ക് എത്രത്തോളം നന്ദിയും കടപ്പാടും എനിക്ക് ഭഗവാനേക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്ന എന്റെ ടീച്ചറിനോടാണ്. ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ പറയും, നിങ്ങൾ ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കല്ലേ. എന്റെ ടീച്ചറിന്റെ ഈ പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കാം. കാര്യം എന്റെ അനുഭവത്തിന്റെ അത്രയും ഞാൻ ആർക്കും ഒരു അനുഭവം കണ്ടിട്ടില്ല. കാര്യം സ്ഥിരം ഞാൻ ഇപ്പം നേരം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ടീച്ചർ സമയമില്ല. ഞാൻ മെഡിറ്റേഷൻ ചെയ്തു, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു. ഞാൻ അടുക്കള കയറി ഫോൺ വെക്കുമ്പം ഐ അട്രാക്ട് മണി എവരി ഡേ അങ്ങനെ കേട്ടിട്ട് ഒരു ദിവസം എനിക്ക് തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ടീച്ചറെ, ഒരു കുഴപ്പവും ഇല്ല എനിക്ക്. വെരി ഗുഡ്. യെസ്, ബിന്ദുവിന്റെ ലൈഫ് മാറിയ കഥ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ വീട്ടിൽ, ഞാൻ പഴയ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ബിന്ദു ഉണ്ണിച്ചേട്ടനും മകനുമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ലീവിന് ആക്കിയിട്ട് പോയൊരു ബിന്ദുവല്ല, ഇപ്പൊ ഭയങ്കര മാറ്റങ്ങൾ, എന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് സ്ഥിരമാണെന്ന് പറയും. ഞാനും മക്കളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇട്ട് നോക്കി. അപ്പൊ ബിന്ദു മാറുന്നില്ല, ബിന്ദുവിന്റെ മാറ്റം ഒരു സ്ഥിരം മാറ്റമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ലീവിന് വന്നപ്പോ നമ്മുടെ വീട്ടിൽ വരികയും എന്റെ ഹസ്ബൻഡിനോടാണ് ഫുൾ സ്റ്റോറി പറഞ്ഞത്. പണ്ടത്തെ ബിന്ദു എങ്ങനായിരുന്നു, അത്രയും സങ്കടം. സത്യം, ഓരോ ലീവിന് വരുമ്പോഴും അദ്ദേഹം വിഷമിച്ചാണ് പോയിട്ടുള്ളത്, എന്നും ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട്. പക്ഷെ ബിന്ദു പറഞ്ഞു, ഇനി ഒരിക്കലും ബിന്ദു ആ പഴയ ബിന്ദു ആവില്ല, ഹാപ്പിനെസ്സിൽ ജീവിക്കും. അതിനുശേഷം ഇങ്ങോട്ട് ലൈഫിൽ മാജിക് ആണ്. എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ജീവൻ പോകുന്നിടം വരെ എന്റെ ടീച്ചർ പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആരാണ് തുച്ഛമായ തുക കൊടുത്താണ് എന്റെ സുജ ടീച്ചറിനോട് ഈ ഒരു ക്ലാസ് ഞാൻ അന്ന് വെറും വാട്സ്ആപ്പ് ക്ലാസ്സില് ടീച്ചർ വാങ്ങിച്ച ഫീസ് 1000 രൂപയാണ്. ആ 1000 രൂപയുടെ മൂല്യം നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെങ്കിൽ. ഇപ്പൊ വാട്സ്ആപ്പ് ക്ലാസ് ഇല്ല, ഇപ്പം പിന്നെ സൂം ക്ലാസ് ആണ്. എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ ജീവൻ പോകുന്ന മുമ്പുള്ള കാര്യങ്ങൾ വരെ അന്ന് വരെ ഓർക്കാനുള്ളത് എന്റെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരോടും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് എത്രയും ഞാൻ കടന്നുപോയ അവസ്ഥയിലൂടെ ഒന്നും ആരും കടന്നു പോയിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാം നിസ്സാര പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ടീച്ചറിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഒരു അനുഭവം, എന്റെ പുനർജന്മം തന്നെ. പഴയ ഒരു ബിന്ദു എന്ന് പറഞ്ഞ ആളെ ഇല്ല. ആരോടും വാശിയില്ല, വൈരാഗ്യമില്ല, പിണക്കമില്ല, എല്ലാം ക്ഷമിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ടീച്ചറെ. ഒത്തിരി ഞാൻ മാറി. വെരി ഗുഡ്. എല്ലാത്തിനും ബിന്ദുവിന് അഭിനന്ദനങ്ങൾ. അപ്പോ ബിന്ദുവിനെ പോലെ നിങ്ങളും ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ബിന്ദു പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങളുടെ ജോലിയിൽ ഉയർച്ചയില്ല, അല്ലെങ്കിൽ ബിസിനസ് വളരുന്നില്ല, പൈസ വരുന്നില്ല, സന്തോഷമില്ല, ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്താണെങ്കിലും അതിൽ നിന്നൊക്കെ നമുക്ക് മറികടന്ന് ബിന്ദുവിനെ പോലെ ആർക്കും സക്സസിലേക്ക് എത്താൻ പറ്റും. ഇന്ന് ബിന്ദു ഹാപ്പി ആയപ്പോ വീട് മുഴുവൻ ഹാപ്പിയായി, വീട് ഒരു സ്വർഗമായി മാറി, മക്കൾക്ക് ജോലിയായി, ഉണ്ണിച്ചേട്ടനായിട്ടുള്ള റിലേഷൻഷിപ്പ് പെർഫെക്റ്റ് ആയ, എല്ലാ കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം മാജിക് ആണ് നമ്മുടെ മൈൻഡ് പവറിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ വരുത്താൻ കഴിയുക. അപ്പോൾ എല്ലാവർക്കും ബിന്ദുവിനെ പോലെ നിങ്ങളുടെ ലൈഫിലും മാജിക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ടീച്ചർ ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ബിന്ദു. താങ്ക് യു. മക്കളെയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം. താങ്ക് യു. ഓക്കെ.